ഇത് അർജുനല്ലേ? ഓക്കേടാ, പിന്നെ വിളിക്കും. ആ, എന്താ ഇവിടെ? ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവനോട് വെയിറ്റിംഗ്. ഇപ്പൊ കാണാറേ ഇല്ലല്ലോ, കുറേ ഇല്ലോ വീട്ടിലേക്കൊക്കെ വന്നിട്ട്. എന്താ? കുറച്ച് ബിസിയായിരുന്നു, അതുകൊണ്ടാ. നേഹ വന്നില്ലേ? ആ, നേഹയ്ക്ക് മെഡിസിൻ കിട്ടി പിന്നെ ഭയങ്കര ബിസിയാ. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, അവയർനെസ് ക്യാമ്പ് എന്ന് ഓരോന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ, അപ്പം ഞാൻ സൗമ്യം കിട്ടി ഷോപ്പിങ്ങിന് പോവാ. പിന്നെ നിന്നോടൊരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ അവളോട് പലതവണ ചോദിച്ചു, പക്ഷേ മറുപടി ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പറയ അർജുൻ. ആൻറ്റി, നിങ്ങൾക്ക് അറിയാലോ നേഹ എത്രത്തോളം മെഡിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണെന്ന്. ഞാനും പലതവണ അവളുടെ കൂടെ പോയിട്ടുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് അങ്ങനെ പറയും. പല മെഡിക്കൽ ക്യാമ്പിലും അവൾ എന്നോട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ എൻ്റെ ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആൻറ്റി. ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് വേണം ആവശ്യക്കാർക്ക് ചോര കിട്ടാൻ. ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ. എന്നാലും അവളെ നിർബന്ധിച്ചിട്ടുമില്ല, ഇത് കാരണം ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുമില്ല. പക്ഷേ അർജു, നീ ഇപ്പം എവിടെയാ? വേഗം വാ, ഒന്ന് കുറച്ച് സീരിയസാ. എല്ലാം വന്നിട്ട് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നീ ഒന്ന് വേഗം വാ. ശരി, എല്ലാം വന്നിട്ട് പറയാം. ആ, എന്താ പ്രശ്നം? എന്തിനാ വിളിച്ചത്? അർജു, ഒരു ഹെൽപ്പ് വേണം. പറ്റില്ല എന്ന് പറയരുത്. എന്താ കാര്യം പറ. കുറച്ചു മുന്നേ ഒരു ആക്സിഡൻറ്റ്, ലോറിയും കാറും തമ്മിൽ. കാറിലുണ്ടായിരുന്ന എല്ലാവരും സ്പോട്ടിൽ മരിച്ചു. ഒരു 7 വയസ്സായ കുട്ടിയെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സീരിയസ് കണ്ടീഷനിലാണ്. കുറേ ബ്ലഡ് ലോസും ഉണ്ട്. സോ ബ്ലഡ് വേണം. നീ ആ ബ്ലഡ് ബാങ്കിലൊന്നും അന്വേഷിച്ചോ? ആ, ഈ ബ്ലഡ് ഗ്രൂപ്പ് അവിടെ സ്റ്റോക്ക് ഇല്ല. ഇനിയിപ്പോൾ എവിടുന്നാ? നിന്റെ ബ്ലഡ് കിട്ടിയാലേ രക്ഷിക്കാൻ കഴിയൂ. ഞാനോ? ആ, നീ ഒരു കുഞ്ഞിന്റെ ജീവന്റെ കാര്യല്ലേ? എനിക്ക് ബ്ലഡ് എന്ന് കേട്ടാൽ തന്നെ തലയിറങ്ങും. ഒറ്റ പ്രാവശ്യത്തേക്കല്ലേ, കുഴപ്പമില്ല. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, വേറെ എവിടെയും കിട്ടും നോക്കട്ടെ. പ്ലീസ്, ഒരു പ്രാവശ്യമെങ്കിലും. ആ, ഒന്ന് വെയിറ്റ് ചെയ്യ്, വേറെ എവിടെയും നോക്കാം. അർജു, ഞാനെത്ര ശ്രമിച്ചിട്ടും ബ്ലഡ് ഒപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ ബ്ലഡ് കൊടുക്കാത്ത കാരണം ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഞാൻ ബ്ലഡ് കൊടുക്കാത്ത കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചെന്ന കാരണത്തിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. എല്ലാം എൻ്റെ കുറ്റമാണ്. സാരില്ല അർജുൻ, പോട്ടെ. ആ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ. ഒരു മിനിറ്റ്. നേഹ പിന്നെ വിളിച്ചില്ലേ? ആ, സിന്ധു അവൾ വിളിക്കാതായപ്പോഴാണ് എനിക്ക് ആ വിഷമം മനസ്സിലായത്. ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ടൗണിൽ നീ ഫീൽ ചെയ്യില്ലേ? നാളെ നേഹയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ നീ നാളെ വീട്ടിലേക്ക് വാ, നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം. പോരെ? നോക്കട്ടെ. ശരി, അപ്പോൾ പിന്നെ നാളെ കാണാം. പോട്ടെ.
നേഹയുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടോ? പേടിക്കാനൊന്നുമില്ല. ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. അത്യാവശ്യമായി കുറച്ച് ബ്ലഡ് വേണം. വിഷമിക്കാനൊന്നുമില്ല കേട്ടോ. സിസ്റ്റർ ഇവിടെ കിട്ടുമോ ബ്ലഡ്? ഞാൻ കൊടുക്കാം. പറഞ്ഞതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. അത് കേട്ട് നിന്നെ കാണാൻ വരുന്ന വഴിയില്ല ഇങ്ങനെ